പാഠം 267 സ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ. എന്താണ്, വലിയ തിരക്കിലാണല്ലോ വക്കീല്? ഇങ്ങോട്ട് മാറ് മോഹനട്ടാ. രാവിലെ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ വലിയ കേസുണ്ടെന്ന്. എന്താണ് ആ വലിയ കേസ്? ഞാനൊരു വക്കീലാണ്. ആണോ? വക്കീലാവുമ്പോ പലതരം കേസുകളുണ്ടാവും. അത് വാസ്തവം. പക്ഷേ ഇത്ര മെനക്കെട്ട് എഴുതണമെങ്കിൽ എന്തോ വലിയ കേസാണല്ലോ. എന്താ സംഭവം? കൊലപാതകമോ ബലാത്സംഗമോ? മോഹനട്ടോ, മോഹനയുടെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ ശല്യപ്പെടുത്താൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നത്? ഞാൻ ശല്യപ്പെടുത്തിയതല്ലോ ഭാമേ. ഏതോ വലിയ ക്രിമിനലിന് വേണ്ടി നീ നിന്റെ സമയവും അധ്വാനവും ഒക്കെ ചെലവാക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹതാപം തോന്നി, അത്രേ ഉള്ളൂ. ഞാൻ ക്രിമിനലിന് വേണ്ടിയാണ് സമയം കളയുന്നത് ആര് പറഞ്ഞു? എടീ, ഒരു ക്രിമിനൽ കേസിൽ പോലീസാണ് വാദി. പോലീസിന് വേണ്ടി കേസ് വാദിക്കാൻ സർക്കാർ എണ്ണം പറഞ്ഞ വക്കീലന്മാരെ നല്ല കാശ് കൊടുത്ത് നിയമിച്ചിട്ടുണ്ട്. നിന്നെപ്പോലുള്ളവർ വാദിക്കുന്നത് പ്രതികൾക്ക് വേണ്ടിയാ. ഭാമേ, നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ദൈവം നമുക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ തന്നിട്ടുള്ളത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനാണ്. നീ പക്ഷേ നിന്റെ ബുദ്ധിയും അധ്വാനവും ഒക്കെ ചെലവാക്കുന്നത് കുറ്റവാളികളെ രക്ഷിക്കാനാണ്. ഈ അധ്വാനം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മോഹനേട്ടാ, കഴിഞ്ഞ 4 കൊല്ലമായി എന്റെ ബുദ്ധിയുടെ പകുതിയും അധ്വാനത്തിന്റെ 3/4 ഭാഗവും ഞാൻ ഉപയോഗിക്കുന്നത് മോഹനേട്ടന്റെ കാര്യങ്ങൾ നോക്കാനാണ്. എന്നിട്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? മോഹനേട്ടന് ഭക്ഷണം ഉണ്ടാക്കി തരാനും മോഹനേട്ടന് ഷർട്ടും മുണ്ടും അലക്കി തേച്ച് തരാനും ഉപയോഗിക്കുന്നതിന്റെ പകുതി സമയം ഏതെങ്കിലും കൂട്ടക്കൊല കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ കൈ നിറയെ കാശ് കിട്ടിയനെ. രക്ഷപ്പെട്ടവൻ അതിന്റെ നന്ദിയും കാണിച്ചേനെ. ഇവിടെ കാശുമില്ല, നന്ദിയില്ല, അധ്വാനം കംപ്ലീറ്റ് വേസ്റ്റ്. എനിക്കായിരിക്കും. ഹലോ. അതെ സാർ, പറഞ്ഞോളൂ. ഞാൻ 10 മണിക്ക് കോടതിയിലെത്തും. അപ്പൊ വന്നാ മതി. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നും പേടിക്കണ്ട, ഒക്കെ ഞാൻ ഏറ്റു. ശരി. എല്ലാം നീ ഏറ്റു, എനിക്കറിയാം. ഏതോ സാമൂഹ്യ ദ്രോഹിയെ രക്ഷിക്കാനുള്ള കാര്യമാണ് നീ ഏറ്റത് എന്നുകൂടി ആലോചിക്കണം. മോഹനേട്ടാ, ഈ കേസ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അത് ശരിക്കും പഠിച്ചില്ലെങ്കിൽ തോറ്റു പോകാനും മതി. മോഹനേട്ട് രാവിലെ ഞാൻ കഴിക്കാൻ ഉണ്ടാക്കി തന്നു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ചോറ്റുപാത്രത്തിലാക്കി ബാഗിലും വെച്ചിട്ടുണ്ട്. ഷർട്ടും മുണ്ടും തേച്ച് തന്നിട്ടുണ്ടേ. ഇനി മോഹനേട്ട് നേരെ ആഫീസിലേക്ക് പോവാം. അത് ചെയ്യാതെ ഇനിയും എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കുന്നത് എന്തിനാണ്? സത്യം പറയുന്നവരെ എന്നും സമൂഹം ശല്യമായിട്ടേ കണ്ടിട്ടുണ്ട്. ആമേ, കഴിഞ്ഞ ആഴ്ച നീ ആ യോഹന്നാൻ കോൺട്രാക്ടറുടെ കേസ് വാദിച്ച കാര്യം ഓർമ്മയുണ്ടോ? അയാൾ PWDക്ക് വേണ്ടി പണിഞ്ഞ കലുങ്ക് തകർന്നതിന്റെ പേരിൽ പോലീസ് അയാൾക്കെതിരെ കേസ് കൊടുത്തപ്പോ അയാളെ രക്ഷിക്കാൻ നീ പോയി. അന്ന് നീ എന്തു പറഞ്ഞ അയാളെ രക്ഷിച്ചെന്ന് ഓർമ്മയുണ്ടോ? സർക്കാർ യോഹന്നാൻ കോൺട്രാക്ട് കൊടുത്ത സിമന്റിന് ഗുണമേന്മയില്ല എന്ന് പറഞ്ഞു. ഒരു കേസ് ജയിക്കാനായിട്ട് ചിലപ്പോ അങ്ങനെ കള്ളമൊക്കെ പറയേണ്ടി വരും. യോഹന്നാൻ കോൺട്രാക്ടറുടെ കേസ് ഏറ്റെടുത്തപ്പോ അയാളെ രക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അതിന് ഒരു ചെറിയ കള്ളം പറഞ്ഞു, അത്രേ ഉള്ളൂ. മോഹനേട്ടാ, കോടതിയിൽ തെളിവാണ് മുഖ്യം. അതുണ്ടാക്കുന്നവൻ ജയിക്കും. കണ്ടോ, നട്ടാൽ കുരുക്കാത്തൊരു കള്ളം പറഞ്ഞിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടോ നോക്ക്. നീ അന്ന് രക്ഷിച്ചുകൊണ്ട് പോയ യോഹന്നാൻ പിന്നെ ചെയ്ത അക്രമങ്ങൾ എന്താണെന്ന് നീ അന്വേഷിച്ചോ? അതൊന്നും എന്റെ പ്രശ്നമല്ല. ആവണം, അത് നിന്റെ പ്രശ്നം ആവണം. ആ പാവം ഗംഗാധര സാറ് നിനക്കറിയാലോ. 10-30 അനാഥ കുട്ടികളെ കഷ്ടപ്പെട്ട് പോറ്റുന്ന അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലാണ്.
കഴിഞ്ഞ 10-45 കൊല്ലമായി അദ്ദേഹം ആ ഭൂമിയുടെ കരം കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കരമടയ്ക്കാൻ അദ്ദേഹം വന്നപ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത്. അതേ സർവേ നമ്പറിൽ മറ്റൊരാൾ കഴിഞ്ഞ 5 കൊല്ലമായി കരമടച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ ഈ വില്ലേജ് ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഏതോ വില്ലേജ് ഓഫീസറുടെ അനുവാദത്തോടെ തണ്ടപ്പേര് രജിസ്റ്റർ തിരുത്തിയതാണെന്ന് കണ്ടുപിടിച്ചു. അതായത് വില്ലേജ് രേഖകളിൽ കഴിഞ്ഞ 5 കൊല്ലമായി ആ ഭൂമിക്ക് 2 അവകാശികളുണ്ട്. ഒന്ന് പാവം ഗംഗാധരൻ സാർ, മറ്റത് നിന്റെ ഈ യോഹന്നാൻ കോൺട്രാക്ടർ. അതിനെന്താണെന്നോ? ഏതോ വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ച് പാവം ഗംഗാധരൻ സാറിന്റെ ഭൂമി സ്വന്തം പേരിലാക്കി ആരും അറിയാതെ കഴിഞ്ഞ 5 കൊല്ലം കരമടച്ച് ഇപ്പൊ ഭൂമിക്ക് മേലെ അവകാശം പറഞ്ഞു വന്നിരിക്കുക ആ യോഹന്നാൻ കോൺട്രാക്ടർ. അത്തരം ഒരു സാമൂഹിക ദ്രോഹിയാണ് കഴിഞ്ഞ ആഴ്ച വേറൊരു കേസിൽ നീ രക്ഷപ്പെടുത്തിയത്. അന്ന് നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ യോഹന്നാൻ എന്ന് പറഞ്ഞ ഈ കള്ളൻ ഇപ്പൊ ജയിലിൽ കിടന്നെ. ഞാൻ യോഹന്നാൻ കോൺട്രാക്ടറെ രക്ഷിച്ചത് കലുങ്ക് പൊളിഞ്ഞ കേസിലാണ്. അയാൾ ഉണ്ടാക്കുന്ന ബാക്കി കേസുകൾക്കൊക്കെ ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? ഗംഗാധര സാറിന്റെ ഭൂമി തട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. മോനേട് സാറേ, ഉത്തമനെ കണ്ടിട്ട് ബാക്കി പറയും. ആഹാ, നമസ്കാരം സാറേ. ഞാൻ വന്നതേ നമ്മുടെ സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വന്നത്. വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിട്ട് എപ്പോഴും അതിന് പിറകെ അന്വേഷിച്ചടക്കേണ്ട കാര്യമില്ല. അത് അതിന്റെ സമയത്ത് നടന്നോളൂ. എനിക്കതറിയാം. പക്ഷേ സിദ്ധാർത്ഥന്റെ ഒരു അവസ്ഥ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞല്ലോ. വീട് പണി തുടങ്ങിയത് മുതൽ പുള്ളി ലോൺ എടുക്കാൻ വേണ്ടി നടക്കുകയാണ് സാറേ. കയ്യിലുള്ള കാശ് കൊണ്ട് പണി ഒരുവിധം പറ്റിച്ചു. ഇപ്പൊ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാ. ഇനി ലോൺ കിട്ടാതെ പണി മുന്നോട്ട് പോവില്ല. ലോൺ കൊടുക്കേണ്ടത് ബാങ്കാണ്. ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ബിൽഡിംഗ് പെർമിറ്റ് ഇതുവരെ കിട്ടിയില്ല. ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്ത് പെർമിറ്റ് കൊടുക്കാൻ തയ്യാറാണ് സാറേ. പക്ഷേ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസാണ്. സിദ്ധാർത്ഥന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിൽ അപേക്ഷ കിട്ടിയത് ഇന്നലെയാണ്. അതിനു മുമ്പേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ? അതല്ല സാറേ, പോക്ക് വരവ് ചെയ്ത് കരമടച്ചത് ഇന്നലെയാണ്. അതുകൊണ്ടാണ് വൈകിയത്. അത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ കുറ്റമാണോ? ഉത്തമ, നാളെ രാവിലെ വന്നാൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് സിദ്ധാർത്ഥനോട് പറഞ്ഞോളൂ. സാറേ അങ്ങനെ പറയില്ലേ സാറേ. ഈ സിദ്ധാർത്ഥന്റെ അപേക്ഷ സാറ് കണ്ടതാണല്ലോ. എല്ലാം കറക്റ്റാണ് സാറേ. അപ്പൊ പിന്നെ ഇനി അത് കൊടുക്കാൻ വൈകുന്ന എന്തിന് സാറേ? സിദ്ധാർത്ഥന്റെ അപേക്ഷ വളരെ കൃത്യമാണ്. പക്ഷേ ഇന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. ആദ്യം ചെയ്യണമെന്നാണ് പ്രമാണം. സിദ്ധാർത്ഥനേക്കാൾ അത്യാവശ്യമുള്ള വേറൊരാളുടെ കാര്യം എനിക്ക് ഇന്ന് നോക്കിയേ പറ്റൂ. സാർ അങ്ങനെ പറയല്ലേ സാറേ. ഈ സിദ്ധാർത്ഥ ലോൺ എടുക്കുന്ന ബാങ്കിന്റെ മാനേജർ നാളെയും കൂടെ ഉണ്ടാവോ? അത് കഴിഞ്ഞ ഒരാഴ്ച അയാൾ ലീവാ. നാളെയെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ലോണ് വീണ്ടും ഒരാഴ്ച വൈകും. സിദ്ധാർത്ഥന്റെ അപേക്ഷയ്ക്ക് നിയമപ്രകാരം നാളെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ഞാനത് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്യുന്നതിന്റെ പേരിൽ അയാൾക്ക് ലോൺ കിട്ടാൻ വൈകിയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൃത്യസമയത്ത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാനേ വില്ലേജ് ഓഫീസർക്ക് പറ്റും. ലോൺ എടുത്ത് കൊടുക്കേണ്ടത് എന്റെ ജോലി അല്ല. അങ്ങനെ പറയല്ലേ സാറേ. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് ശരിയാക്കാന്ന് സിദ്ധാർത്ഥന് ഞാൻ വാക്ക് കൊടുത്തു പോയി. ഉത്തമൻ ആളുകൾക്ക് കൊടുക്കുന്ന വാക്കിന് ഉത്തരവാദി ഞാനല്ലല്ലോ സാറേ. ഒന്നും പറയണ്ട. ഇവിടെയുള്ള ചില കള്ളവക്കീലന്മാരുടെ സഹായത്തോടെ സർക്കാരിനെ പറ്റിക്കുന്ന യോഹന്നാൻ കോൺട്രാക്ടർമാരെ പോലുള്ള പെരുങ്കള്ളന്മാരുടെ കയ്യിൽ നിന്ന് ഗംഗാധരൻ സാറിനെ പോലുള്ള പാവങ്ങളെ രക്ഷിക്കലാണ് എന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞേ ബാക്കി എന്തുള്ളൂ. സാറേ അതെ വക്കീലെ, സാറിനോടൊന്ന് പറയണം. ഇതൊരു അത്യാവശ്യ കേസാ. സാറ് വിചാരിച്ച പുഷ്പം പോലെ നടക്കുന്ന കാര്യമേ ഉള്ളൂ. ഞാനെന്നല്ല, സാക്ഷാൽ ബ്രഹ്മാവ് വിചാരിച്ചാലും ഇന്ന് വില്ലേജ് ഓഫീസർ മുന്നിൽ ഒരു രക്ഷയില്ല. യോഹന്നാൻ കോൺട്രാക്ടറോടുള്ള കലിയാണ് മനസ്സിലത്രേ. ആ കലി അടങ്ങാതെ ഇനി രക്ഷയില്ല ഉത്തമാ. ശരാ, ആ സിദ്ധാർത്ഥനോട് ഞാൻ എന്തോന്ന് പറയും?